നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം കാത്ത് യൂത്ത് ലീഗ് നേതാക്കൾ ഇത്തവണ 5 പേരെ പരിഗണിക്കുമെന്നാണ് സൂചന. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്, ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു, ദേശീയ സെക്രട്ടറി ടി.പി. അഷ്റഫ് അലി, സംസ്ഥാന സെക്രട്ടറി മുജീബ് കാടേരി, എം.എസ്.എഫ് സംസ്ഥാന പ്രസിഡന്റ് പി.കെ. നവാസ് എന്നിവർക്കാണ് പരിഗണന. സി.കെ. നജാഫും പരിഗണനയിലുണ്ട്. 2021 3 യുവാക്കൾക്ക് അവസരം നൽകിയിരുന്നു. വി.എസ്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ യുവമുഖങ്ങൾ അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. റോഷ്നി, ഇത്തവണ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര യുവമുഖങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ തവണ 3 പേർക്കാണ് യൂത്ത് ലീഗിന്റെ പട്ടികയിൽ നിന്ന് ഇടം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നജീബ് കാന്തപുരം, മറ്റൊന്ന് പി.കെ. ഫിറോസ്, മറ്റൊന്ന് എ.കെ. അഷ്റഫ് മഞ്ചേശ്വരത്ത് നിന്ന്. ഈ 3 സീറ്റിൽ 2 സീറ്റും യൂത്ത് ലീഗുകാർ പിടിച്ചെടുത്തതാണ്. ഇത്തവണ കുറച്ചുകൂടി പ്രാതിനിധ്യം വേണമെന്ന് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ട്. അത് 3-ൽ നിന്ന് 5 ഉയർത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഫൈസൽ ബാബു, അദ്ദേഹം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്, നേരത്തെ യൂത്ത് ലീഗ് ഭാരവാഹിയായിരുന്നു. അദ്ദേഹത്തെ മഞ്ചേരിയിൽ നിന്നോ അല്ലെങ്കിൽ വേങ്ങരയിൽ നിന്നോ ഒക്കെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മുജീബ് കാടേരി യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മുജീബ് കാടേരി നേരത്തെ മലപ്പുറത്ത് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ മുജീബ് കാടേരി മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി എത്തുകയാണെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറേണ്ടി വരും. ടി.പി.എം അതുപോലെ ടി.പി. അഷ്റഫ് അലി എന്ന് പറയുന്നത് മഞ്ചേരിയിൽ നിന്ന് പരിഗണിക്കപ്പെടുന്നു. ഇപ്പോൾ ദേശീയ യൂത്ത് ലീഗിന്റെ സെക്രട്ടറിയാണ്. എം.എസ്.എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി.കെ. നവാസ് താനൂരിലാണ് പരിഗണിക്കപ്പെടുന്നത്. താനൂരിൽ കഴിഞ്ഞ തവണ പി.കെ. ഫിറോസ് പരാജയപ്പെട്ട മണ്ഡലമാണ്. അവിടെ ഒരു പോരാളിയെ തന്നെ മത്സരിപ്പിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പി.കെ. നവാസിനെ താനൂരിൽ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ഹമീദ് മാഷ് വള്ളിക്കുന്ന് മാറുകയാണെങ്കിൽ അവിടെയും പി.കെ. നവാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അഴീക്കോട് മണ്ഡലത്തിൽ കരീം ചേലേരിയുടെ പേരൊക്കെ ഉണ്ടെങ്കിലും അവിടെ എം.എസ്.എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി.കെ. നജാഫിനെ അഴീക്കോട് പരിഗണിക്കാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെ 5 പേരിലേക്ക് ഒരു യൂത്ത് ലീഗിന്റെ പട്ടിക എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയൊരു മുന്നേറ്റമായിരിക്കും ലീഗ് നടത്താൻ പോകുന്നത്. ഏതായാലും ഈ 3 ടേം പൂർത്തിയാക്കിയിട്ടുള്ള മുതിർന്ന അംഗങ്ങൾക്ക് എത്ര പേർക്ക് ഇളവ് കൊടുക്കും, ചിലർക്കൊക്കെ ഇളവ് കൊടുക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അതിൽ എത്ര പേർക്ക് ഇളവ് കിട്ടും? പി.കെ. ബഷീറിന് ഇളവ് കിട്ടുമോ? എൻ ശംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, കെ.പി.എ. മജീദ് തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇതിൽ എത്ര പേർക്ക് ഇളവ് കൊടുക്കും? അങ്ങനെ കൂടുതൽ പേർക്ക് ഇളവ് കൊടുത്താൽ യുവാക്കളെ പരിഗണിക്കാനുള്ള സാധ്യത കുറയും. അതിൽ എത്ര പേർക്ക് ഇളവ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, വി.എസ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ 15 സിറ്റിംഗ് എം.എൽ.എമാരാണ്. അതിൽ ആർക്കൊക്കെ ഈ ടേം എന്നുള്ള വ്യവസ്ഥയുണ്ടെങ്കിൽ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഈ യുവാക്കളെ പരിഗണിക്കുമോ, അതിൽ ആരൊക്കെ പരിഗണിക്കും എന്നുള്ളതൊക്കെ വിഷയമാണ്. അപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ള ഒരു പൂർണ്ണ ചിത്രം തെളിയാനൊക്കെ സമയമെടുക്കും. ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തലുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.